ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫോക്കോൾട്ട് പെൻഡുലം. അത് ഫോക്കോൾട്ട് എന്നൊരു സയൻറ്റിസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തൊരു എക്സാമ്പിളാണ്. ഭൂമിയുടെ ഒരു ലാറ്റിറ്റ്യൂഡിൽ ലാംഡ എന്ന ലാറ്റിറ്റ്യൂഡിൽ ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നു. ഇതാ പെൻഡുലത്തിൻ്റെ എന്താണ് പോയിൻ്റ് ഓഫ് സസ്പെൻഷനാണ്. ഇത് പെൻഡുലത്തിൻ്റെ മാസാണ് ഈ റെഡ് മാർക്ക് കൊടുത്തത്. അപ്പോൾ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ എങ്ങോട്ടാണ് പോകുന്നത് കണ്ടില്ലേ, ഇങ്ങനെ ഇങ്ങോട്ട് പോകും, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ സാധാരണ നമ്മളൊക്കെ പെൻഡുലം ഓസിലേറ്റ് ചെയ്യിച്ചതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആ പ്ലെയിൻ ഉണ്ടാക്കുന്ന ഈ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഈ പ്ലെയിൻ ഉണ്ടല്ലോ, ഈ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ വരുന്ന ആ പ്ലെയിന് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന നമ്മൾ ഡിഫൈൻ ചെയ്ത കോർഡിനേറ്റുകളാണ് എക്സ് വൈ. ആ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ, ഇവിടെ മാർക്ക് ചെയ്ത തീറ്റ. അതുപോലെ ഈ സെൻറ്ററിൽ നിന്ന്, ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ അറ്റ് എനി മൊമെൻറ്റ് ബോബിലേക്കുള്ള ഡിസ്റ്റൻസാണ് r. അപ്പോൾ ഈ ഒരു ബോബിൻ്റെ പൊസിഷൻ നമ്മൾ r തീറ്റ എന്ന കോർഡിനേറ്റ് കൊണ്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ചിത്രം നോക്കുക. ഈ ചിത്രത്തിൽ നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരച്ചിട്ടുണ്ട്. ഈ എക്സ് ആക്സിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എക്സ്, ഇതാണ് വൈ. അപ്പോൾ ഈ എക്സ് ആക്സിസുമായിട്ട് ഈ മാസ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ഇത് ആൾമോസ്റ്റ് നമ്മൾ സാധാരണ ഇപ്പോൾ ഈ പ്ലെയിൻ എന്തായിരിക്കും, അവിടെ ഒരു ഫിക്സ്ഡ് പ്ലെയിൻ ആയിരിക്കും. പക്ഷേ കുറേ നേരം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഇത് ഫിക്സ്ഡ് അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ കോറിയോളിസ് ഫോഴ്സിൻ്റെ എഫക്റ്റാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ മാസിലുള്ള. അപ്പോൾ ഈ മാസിലുള്ള കോറിയോളിസ് ഫോഴ്സ് നമ്മളെങ്ങനെ കണ്ടെത്താം? എഫ് കോറിയോളിസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ് എഫ് കോറിയോളിസ്? എന്താ കോറിയോളിസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ? -2m × ഒമേഗ ക്രോസ് വി ആണ്. ഒമേഗ ക്രോസ് വി അല്ലേ? അപ്പോൾ അതാണ് ഇനി അടുത്ത പേജിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ, ഈ മാസ് നിൽക്കുന്ന പോയിന്റിൽ നമ്മൾ ഒമേഗയെ നമ്മൾ റിസോൾവ് ചെയ്തു. ഇതാണ് നമ്മുടെ ഒമേഗ. ഈ ഒമേഗയെ നമ്മൾ രണ്ട് ഡയറക്ഷനിൽ റിസോൾവ് ചെയ്തു. ഇത് ലാംഡയാണെങ്കിൽ, ഇത് ലാംഡയാണല്ലോ, ഇവിടെ ഇപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ് ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ലാംഡ ആയിരിക്കും, കാരണം ഇത് ലാറ്റിറ്റ്യൂഡിൻ്റെ പെർപെൻഡിക്കുലറാണിത്. അല്ല, ഈ ഒരു റേഡിയസ് വെക്റ്ററിൻ്റെ പെർപെൻഡിക്കുലറാണ് ഈ ലൈന്. പിന്നെ ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലറാണ് ഈ ലൈന്. അതുപോലെ ഇതിൻ്റെ പെർപെൻഡിക്കുലറാണ് ഈ ഒമേഗയുടെ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള ആംഗിൾ ലാംഡ ആണെങ്കിൽ ഈ പെർപെൻഡിക്കുലറുകൾ തമ്മിലുള്ള ആംഗിളും ലാംഡ ആയിരിക്കും. അപ്പോൾ നമുക്കിത് റിസോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ഒമേഗ കോസ് ലാംഡ കിട്ടും. പിന്നെ ഇത് ഒമേഗ സൈൻ ലാംഡ കിട്ടും. ഇനി നമ്മൾ കോറിയോളിസ് ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കണ്ടെത്തുകയാണെങ്കിൽ ഏത് തമ്മിലുള്ളതായിരിക്കും? കോറിയോളിസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? -2m × ഒമേഗ ക്രോസ് വി ആണ്. അപ്പോൾ ഇവിടെ 2m × ഒമേഗയ്ക്ക് രണ്ട് കമ്പോണൻറ്റ്. ഒമേഗനെ നമ്മൾ റിസോൾവ് ചെയ്തപ്പോൾ ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഉണ്ട്, അതുപോലെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കോറിയോളിസ് ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏതായിരിക്കും? ഇവിടെ ഇപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ r ഡോട്ട് അല്ലേ? r ഡോട്ടാണല്ലോ വെലോസിറ്റി. ഈ മാസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ r ഡോട്ടാണ് വെലോസിറ്റി. അപ്പോൾ ഒമേഗ ക്രോസ് വി എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യൽ ഏതായിരിക്കും? ഇതും ഈ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയും, ഇത് രണ്ടും കൂടി നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താ കിട്ടുക? കോറിയോളിസ് ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് എങ്ങോട്ടായിരിക്കും? ഒമേഗ ക്രോസ് വിൻ്റെ ഡയറക്ഷൻ എങ്ങനെ? ഒമേഗൻ്റെ ഈ കമ്പോണൻറ്റും വെലോസിറ്റിൻ്റെ ഈ കമ്പോണൻറ്റും കൂടി ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ നമ്മുടെ കോറിയോളിസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഒമേഗ ക്രോസ് വിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും. -2m ക്രോസ് ഒമേഗ, ഇങ്ങനല്ലേ? -2m × ഒമേഗ ക്രോസ് വി അല്ലേ? അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അതായത് ഇങ്ങനെ എന്ത് ചെയ്യും? ഈ മാസിനെ എങ്ങനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒമേഗ ക്രോസ് വിൻ്റെ ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക?
ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് -2m ഇൻറ്റു ഒമേഗ സൈൻ ലാംഡ ആർ ഡോട്ട് തീറ്റ ക്യാപ്പ് ആയിരിക്കും കിട്ടുക. അങ്ങനെ കിട്ടുന്നത് ഇവിടെ നമ്മൾ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യൽ ഈ ഒരു ഇതും പിന്നെ ഈ ഒരു വെലോസിറ്റിയുമാണ്. ഈ ഒരു വെർട്ടിക്കൽ ഒമേഗ സൈൻ ലാംഡയാണ്. ഒമേഗ സൈൻ ലാംഡ ഇതെന്താണ്? ഈ റേഡിയൽ വെലോസിറ്റി നമ്മൾ ആർ ഡോട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ള ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഇതെന്താ? എ ബി സൈൻ തീറ്റ. ഇവിടെ സൈൻ 90 ആണുള്ളത്. അപ്പോൾ -2m ഇൻറ്റു ഒമേഗ സൈൻ ലാംഡ ഇൻറ്റു ആർ ഡോട്ട്. അതാണെന്ത് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. കോറിയോളിസ് ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഈസ് ഈക്വൽ ടു -2m ഇൻറ്റു ഒമേഗ സൈൻ ലാംഡ ആർ ഡോട്ട്. പിന്നെ അതിൻ്റെ ഡയറക്ഷൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ടാണ്. അതായത് തീറ്റ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. നമ്മൾ പോളാർ കോർഡിനേറ്റിൽ തീറ്റ ക്യാപ്പൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ തീറ്റ ക്യാപ്പിന് ഓപ്പോസിറ്റാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഡയറക്ഷൻ വരുന്നത്. മൈനസ് തീറ്റ ക്യാപ്പിലേക്കാണ് ഡയറക്ഷൻ. അപ്പോൾ ഇങ്ങനെ വരും. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് കോറിയോളിസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടുക. നമ്മൾ വെർട്ടിക്കൽ കമ്പോണൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണില്ല. കാരണം വെർട്ടിക്കൽ കമ്പോണൻറ്റിന് കോൺസിക്വൻസ് അങ്ങനെ ഇല്ല. കാരണം അതിൻ്റെ വെയിറ്റ് അത്രയും വലുതാവുമ്പോൾ വെർട്ടിക്കൽ അതിനെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഹൊറിസോണ്ടൽ അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടുക. നമ്മൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇങ്ങനെ കിട്ടി. അങ്ങനെ തന്നെ ഹൊറിസോണ്ടൽ ആ തീറ്റ ക്യാപ്പിൻ്റെ ഡയറക്ഷനിലുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ ഇങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ തീറ്റ, നമ്മൾ പോളാർ കോർഡിനേറ്റിലെ ആക്സിലറേഷൻ എന്താ പറഞ്ഞത്? ആർ തീറ്റ ഡോട്ട് പ്ലസ് 2r ഡോട്ട് തീറ്റ ഡോട്ട് ഇങ്ങനെ എഴുതാം. നമുക്ക് കിട്ടിയ ഫോഴ്സിന് ആ തീറ്റ ക്യാപ്പിൻ്റെ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ്റെ നമുക്കിങ്ങനെ എഴുതി കൂടെ F = ma എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ ഈ കോറിയോളിസ് ഫോഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ട് ഇതെന്ത് ചെയ്യും? ഈ ഇക്വേഷൻ ഓഫ് പ്ലെയിന്, ഇതിൻ്റെ പ്ലെയിൻ ഉണ്ടല്ലോ ഇവിടെ ഓസിലേറ്റിംഗ് പ്ലെയിന്, ഈ ഓസിലേറ്റ് ചെയ്യുന്ന പ്ലെയിൻ എന്ത് ചെയ്യും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അതായത് ഈ പെൻഡുലം ഇങ്ങനെ ആടുന്നതിനൊപ്പം തന്നെ ഇത് ഇങ്ങനെ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങോട്ടല്ലേ കോറിയോളിസ് ഫോഴ്സ് ഉള്ളത്? ഇങ്ങോട്ടാണ് കോറിയോളിസ് ഫോഴ്സ് ഉള്ളത്. അതുകൊണ്ട് ഈ പെൻഡുലം ഇങ്ങോട്ട് ആടുന്നതിനനുസരിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കുറേ സമയം എടുക്കുമ്പോൾ അതിൻ്റെ പ്ലെയിൻ ഇങ്ങനെ കോറിയോളിസ് ഫോഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ട് ഈ ഓസിലേറ്റ് ചെയ്യുന്ന പ്ലെയിൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ റൊട്ടേഷൻ വളരെ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ശരിക്കും എന്തായിരിക്കും? വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് തീറ്റ ഡോട്ട് എന്നുള്ളത് ഏകദേശം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. തീറ്റ ഡബിൾ ഡോട്ട് ഏകദേശം 0 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇവിടെയുള്ള ഈ തീറ്റ ഡബിൾ ഡോട്ട് ഏകദേശം നമുക്ക് ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ എടുക്കാം. ഏകദേശം ഈക്വൽ 0 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ എം പിന്നെന്താ? ഇവിടുത്തെ എം വെട്ടിക്കളയാം. പിന്നെ തീറ്റ ഡബിൾ ഡോട്ട് പോയാൽ പിന്നെ ഇവിടെ ആർ ഡോട്ടും വെട്ടാൻ പറ്റും. പിന്നെ ബാക്കി എന്താ വരിക? തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു -ഒമേഗ സൈൻ ഫൈ എന്നാണ് വരിക. അപ്പോൾ തീറ്റ ഡോട്ട് ഇത് ആ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലാർ വെലോസിറ്റി എന്താണ്? തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു ഇങ്ങനെയാണ് -ഒമേഗ സൈൻ ലാംഡ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നമ്മൾ സാധാരണ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഏത് കേസിലും റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ പീരീഡ് ഈസ് ഈക്വൽ ടു 2π/ω എന്നല്ല പറയാം. തീറ്റ ബൈ 2π ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ ഇവിടെ തീറ്റ ഡോട്ട് ഇവിടെ കൊടുക്കുക. 2π/തീറ്റ ഡോട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? T = 2π/ω സൈൻ ലാംഡ എന്ന് കിട്ടും. T = 2π/ω എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ, നമ്മളിതിപ്പോൾ ഈ ഒമേഗ എർത്തിൻ്റെ ആംഗുലാർ വെലോസിറ്റിയാണ്. അപ്പോൾ 2π/ω എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ എന്താണ്? പീരീഡാണ് 2π/ω. അത് എത്രയാണ്? 24 ഹവറാണ്. അപ്പോൾ ആ 24 ഹവർ ഇവിടെ കൊടുത്താൽ ഇവിടെ എന്താവും? 24 ഹവർ ബൈ സൈൻ ലാംഡ എന്ന് കിട്ടും.
അപ്പോൾ സിമ്പിൾ ആ ഒരു വലിയൊരു പെൻഡുലത്തിൻ്റെ പ്ലെയിൻ ഓസിലേറ്റ് ചെയ്യുന്ന ടൈം പീരീഡ് എന്താണ് ഇങ്ങനെ 24 hour ബൈ സൈൻ ലാംഡ. അപ്പോൾ നമ്മൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നമ്മൾ പോൾസിൽ ലാംഡ എന്താണ്, പോൾസിലെ കേസ് എന്താ, പോളിൽ ലാംഡ ഈസ് ഈക്വൽ ടു എന്താണ് 90 ഡിഗ്രിയാണ് അല്ലേ, ലാറ്റിറ്റ്യൂഡ് 90 അല്ലേ. ആ സമയത്ത് ഇതെന്തായിരിക്കും ടൈം പീരീഡ് 24 ബൈ സൈൻ 90. സൈൻ 90 എന്ന് പറഞ്ഞാൽ 24 hour. അതായത് ഒരു ദിവസം കൊണ്ടാണ് എന്ത് ചെയ്യുക, പോളിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പോൾസിൽ ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ പ്ലെയിന് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ പീരീഡ് എന്താണ് 24 hour ആണ്. അതായത് ഒരു ദിവസം മുഴുവൻ അങ്ങനെ ഒരു നീളമുള്ള പെൻഡുലം ഓസിലേറ്റ് ചെയ്താൽ, ഒരു ദിവസം നിൽക്കാതെ ഇങ്ങനെ പുറത്തുള്ള മറ്റ് ഫോഴ്സുകളൊന്നും ഇടപെടാതെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്ലെയിൻ എന്ത് ചെയ്യും, ഒരു ദിവസം കൊണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അതായത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന പെൻഡുലം എന്ത് ചെയ്യും, ഇങ്ങനെ ആടുന്നതിനനുസരിച്ച് ഈ പ്ലെയിൻ ഇങ്ങനെ 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 റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഒരു ദിവസം കൊണ്ട് ഒരു മൊത്തം കറക്കം കംപ്ലീറ്റ് ചെയ്യും. അത് സാധാരണ നമ്മൾ ചെറിയ പെൻഡുലം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ചെയ്യില്ല. നല്ല വെയിറ്റുള്ള വലിയ നീളമുള്ള പെൻഡുലാകുമ്പോൾ മറ്റുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കോൺട്രിബ്യൂഷനൊക്കെ നെഗ്ലക്റ്റ് ചെയ്ത് പോകും. ആ കേസിലൊക്കെ ഇത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇക്വേറ്ററിലാണെങ്കിലോ, ഇക്വേറ്ററിലാണെങ്കിൽ എന്തായിരിക്കും, ലാംഡ എന്താണ്, ലാംഡ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രിയാണ്. ആ സമയത്ത് എന്താണ് ടി ഈസ് ഈക്വൽ ടു 24 hour ബൈ സൈൻ 0. സൈൻ 0 ആണ്. അതുകൊണ്ട് തന്നെ ടി എന്നുള്ളത് ഇൻഫിനിറ്റിയാണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ടൈം പീരീഡ് ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇൻഫിനിറ്റ് ടൈമിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുക. അതായത് ഒരിക്കലും നെവർ റൊട്ടേറ്റ്സ്, അതിൻ്റെ കോൺസിക്വൻസ് നെവർ റൊട്ടേറ്റ് ആണ്. നെവർ റൊട്ടേറ്റ്. ഇനി പാരീസിൽ ഉള്ളൊരു പെൻഡുലത്തിൻ്റെ കാര്യമാണെങ്കിൽ പാരീസിൽ എന്താണ് ലാറ്റിറ്റ്യൂഡ് 49 ഡിഗ്രിയാണ്. അങ്ങനെയാണ് ടൈം പീരീഡ് നമുക്കവിടെ അത് കൊടുക്കുകയാണെങ്കിൽ ടൈം പീരീഡ് 32 hour ആണ്. പാരീസിൽ ഇങ്ങനെ ഒരു പെൻഡുലം നമ്മൾ ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് ഓസിലേറ്റ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് 32 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും, ഒരു പ്ലെയിന് ഒരു തവണ മൊത്തം കംപ്ലീറ്റ് ആവും. അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നതോട് കൂടി ഓസിലേഷൻ്റെ പ്ലെയിന് 32 മണിക്കൂർ കൊണ്ട് ഇതാവും. നമ്മൾ ഏത് ലാറ്റിറ്റ്യൂഡിലാണോ ഓസിലേറ്റ് ചെയ്യിക്കുന്നത് ആ ആംഗിൾ ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോക്കോൾട്ട് പെൻഡുലം. ഇത് കോറിയോളിസ് ഫോഴ്സിൻ്റെ എഫക്റ്റിനെ വെരിഫൈ ചെയ്യുന്ന നല്ലൊരു എക്സാമ്പിളാണ്. ഇതോടുകൂടി നമ്മുടെ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്നുള്ള ചാപ്റ്റർ എൻഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.